പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സ്റ്റൂ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന സ്ത്രീകൾക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു സ്റ്റൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ തന്നെ ഡിന്നറിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ചോറിനും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂ ആണ് ഇത്. ഇതിനു വേണ്ടി നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത് നമ്മൾ സമയമൊന്നും അധികം ഇല്ലാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഒരു സ്റ്റൂ ഒക്കെ ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. സവാളയൊന്നും വഴറ്റിയൊന്നും എടുത്ത് സമയം കളയണ്ട. അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റൂ കാണിച്ചു തരുന്നത്. 1 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. എന്നിട്ട് എല്ലോടുകൂടി തന്നെയാണ് ചിക്കന് എടുക്കുന്നത്. പുറത്തെ തൊലി ഇല്ലാതെയാണ് എടുക്കുന്നത്. 2 സവാള എടുക്കണം. അത് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ 2 സവാള എടുത്തിട്ടുണ്ട്. അത് ഈ ചിക്കനകത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് 7 8 പച്ചമുളകാണ്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. നമ്മൾ ഇതിനകത്തിൽ മുളക് പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കുക. ഞാൻ 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 8 വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇഞ്ചിയും കൂടി ഒരു ചെറിയ കഷ്ണമാക്കി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റൂ ഉണ്ടാക്കുന്നതിന് വേണ്ടിയത് തേങ്ങാപ്പാലാണല്ലോ. തേങ്ങാപ്പാലിന് പകരം ഞാനിവിടെ പൊടിയാണ്, തേങ്ങാപ്പൊടി എടുത്തിട്ട് വെള്ളത്തിനകത്തിൽ തേങ്ങാപ്പൊടി ഇട്ട് കലക്കി എടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 1.5 കപ്പോളം തേങ്ങാപ്പൊടി എടുത്തിട്ട് 1.5 കപ്പ് പാലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടിയതെന്ന് പറയുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഇത് നല്ലതായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി എടുക്കാം. നമ്മൾ മുളക് പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ ഗരം മസാലയും പൊടിയായിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതിനകത്തിൽ നമ്മൾ ഹോൾ സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഹോൾ സ്പൈസസിൽ ഉള്ള ഒരു 2 3 ഏലക്കായ, അതുപോലെ തന്നെ ഗ്രാമ്പു ഒരു 2 എണ്ണം, ചെറിയ ഒരു പീസ് പട്ട, പിന്നെ ബേ ലീഫ് കയ്യിലുണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുക്കാം. കുരുമുളക് ഒരു 4-5 എണ്ണം ഇങ്ങനെ ഹോളായിട്ടുള്ള കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഇതെല്ലാം ഒന്ന് യോജിപ്പിക്കുക. ഈസി അല്ലേ ഇത്? പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതിനകത്തിൽ നമ്മൾ സവാള വഴറ്റുന്നില്ല, അതുപോലെ തന്നെ ഗരം മസാല പൊടി ആയിട്ടൊന്നും എടുക്കുന്നില്ല. മല്ലിപ്പൊടി മാത്രമേ നമ്മൾ ഇതിനകത്തിൽ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് എളുപ്പമാണിത്. ഇനി നമുക്ക് വേണ്ടിയതെന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഇതിനകത്തിൽ വലിയ കൂടുതൽ മസാലപ്പൊടികളും ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇനി നമുക്കിത് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിം ആക്കി ഒരു 15-20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ ഇത് നല്ലതായിട്ട് ഈ ചാറൊക്കെ ഒന്ന് കുറുകി വരുവേ. അപ്പോൾ കുറുകി കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുറുകിയ ചാറായി കഴിയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് താളിക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കടുക് വറുത്ത് താളിക്കാവുന്നതാണ്. നമ്മൾ സാധാരണ താളിക്കുന്നത് പോലെ തന്നെ കടുകും അതുപോലെ ചുമന്നുള്ളിയും ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് താളിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാം കൂടെ ഇട്ട് താളിച്ചതിന് ശേഷം ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മൾ മറ്റുള്ള സവാളയൊക്കെ വഴറ്റി ഉണ്ടാക്കുന്ന സ്റ്റൂവിനേക്കാളും വളരെ നല്ല ടേസ്റ്റുള്ള ഒരു സ്റ്റൂ ആണ്. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു സ്റ്റൂ. ഇനിയും വേറെ ഒരു സിമ്പിളായിട്ട് ഉള്ള വിഭവമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള വിഭവങ്ങൾ കാണുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക.